ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ നടത്തുന്നു, മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നു, നിരപരാധികളെ ഇടയ്ക്കിടയ്ക്ക് കൊല്ലുന്നു, ഇസ്രായേലി പട്ടാളക്കാരെ തട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും വെടിനിർത്തലും മധ്യസ്ഥതയുമായി മുമ്പോട്ട് പോകുന്നതിനിടയിലാണ് ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രായേലിൽ കടന്നു കയറി ഏതാണ്ട് 1200-ലധികം പേരെ കൊന്നതും ഏതാണ്ട് 250 പേരെ തട്ടിക്കൊണ്ടുപോയതും. അന്ന് ആരംഭിച്ചതാണ് ഇസ്രായേലിന്റെ അന്തിമ യുദ്ധം. ആ യുദ്ധമാണ് 6 മാസമായും തുടരുന്നത്. ഹമാസ് കരുതിയിരുന്നത് നിരപരാധികളായ ഫലസ്തീനികൾ കൊല്ലപ്പെടുമ്പോൾ ജനവികാരം എതിരാകും, സഖ്യരാജ്യങ്ങൾ കൈവിടും, അതോടെ പഴയതുപോലെ വെടിനിർത്തൽ ഉണ്ടാവുമെന്നാണ്. അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ഇത് ആവശ്യപ്പെടുന്നു ഇസ്രായേലിനോട്. പക്ഷേ ഇസ്രായേൽ വഴങ്ങുന്നില്ല. അവർ പറയുന്നത് ഇത്രയും വലിയൊരു ഭീകരത ഉണ്ടായിട്ട് ഞങ്ങൾ വെടിനിർത്തിയാൽ, ഞങ്ങൾ സമാധാനത്തിന് പോയാൽ ഞങ്ങളുടെ ജനങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടും. അതുകൊണ്ട് ഇനി ഞങ്ങൾ അവസാനിപ്പിക്കണമെങ്കിൽ ഹമാസ് ഇല്ലാതാകണം. അവരെ എങ്ങനെ കുറ്റം പറയാൻ കഴിയും? അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരമേ ഉണ്ടാവുന്നില്ല, പരിഹാരമുണ്ടാക്കാൻ ആർക്കും സാധിക്കുന്നുമില്ല.